വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഞാൻ കറി വെക്കാനായിട്ട് ഇവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. കഴുകി നല്ലപോലെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ കൈവച്ചൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് അടുപ്പത്തേക്ക് വയ്ക്കാം. ഞാനിവിടെ 10 വിസിലോളം അടുപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ബീഫെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടപ്പത്ത് വയ്ക്കാം. ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കറുകപ്പട്ട, ഗ്രാമ്പൂ, 2 ഏലക്ക എന്നിവ ആഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇത് ജസ്റ്റ് ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്കും തേങ്ങാക്കൊത്ത് കൂടി ആഡ് ചെയ്യാം. ഇനി ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3-4 വെളുത്തുള്ളിയും 1/2 കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 5 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം കൂടി ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടികളുടെ പച്ച മണമൊക്കെ ഒന്ന് മാറണം. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് ഇട്ട് കൊടുക്കാം. ബീഫെല്ലാം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ല പോലെ ഒന്ന് 10 മിനിറ്റ് ഇളക്കി കൊടുക്കാം കേട്ടോ. കാരണം ഓൾറെഡി ബീഫ് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീറ്റ് മസാല കൂടി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഫൈനലി നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.